ഞാൻ വന്നിരിക്കുന്നത് പെൻഗ്വിൻ്റെ എപ്പിസോഡ് 3 റിലീസായി. കഴിഞ്ഞ 2 എപ്പിസോഡ് പോലെ തന്നെ നല്ല രസകരമായ ഒരു എപ്പിസോഡായിരുന്നു. പക്ഷേ ഇതിലൊരു വേറൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്, അതായത് വിക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറേ എലമെൻറ്റ്സ് ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ എപ്പിസോഡ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞെങ്കിൽ ചില ബ്രേക്കിംഗ് ബാഡ് അങ്ങനെ പല പല സീരീസുകളൊക്കെ ഓർമ്മ വന്നു. അതേപോലത്തെ കുറേ എലമെൻറ്റ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. ഈ എപ്പിസോഡ് തന്നെ തുടങ്ങിയത് വിക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. വിക്ടറിൻ്റെ ഫ്ലാഷ് ബാക്കാണ് കാണിച്ചത്. പക്ഷേ തുടക്കം ഞാൻ വിചാരിച്ചു ഫ്ലാഷ് ബാക്ക് അല്ല എന്ന് ഫീൽ ചെയ്ത്, പക്ഷേ അത് നല്ല രസമായിട്ടാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. വിക്ടറിൻ്റെ പാരൻസിനെ കാണിക്കുന്നു, അവൻ്റെ സിസ്റ്ററിനെ കാണിക്കുന്നു. അതിനുശേഷം അവൻ്റെ ഫാദർ ആണെങ്കിൽ ഒരു മെക്കാനിക് ആള് അന്നു വേണ്ടി ജീവിക്കുന്ന ഒരു ജോലിയും ആൾ അതിൽ എൻജോയ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇവനാണെങ്കിൽ എപ്പോഴും അപ്പനെ കൂടുതൽ സാലറി ചോദിച്ചുകൂടെ എന്നൊക്കെ രീതിയിലൊക്കെ എപ്പോഴും ഉപദേശിക്കുന്ന കാണാം അപ്പനെ. പക്ഷേ അപ്പം പറയുന്നുണ്ട് ഇവിടെ എസ്റ്റാബ്ലിഷിന് ശേഷം എനിക്ക് അതിൻ്റെതായ കൂടുതൽ എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്, അപ്പോൾ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന രീതിയിലൊക്കെ പറയുന്നു. പിന്നെ അവൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നു പറയുമ്പോൾ അതിൽ ഒരു കാൽവിൻ എന്ന് പറഞ്ഞൊരു പയ്യനെ പറ്റി അതിൽ പറയുന്നുണ്ട്. അത് കോമിക് ബുക്കിൽ തന്നെ ഒരു വില്ലനായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ സ്ക്വിഡ് എന്ന് പറഞ്ഞൊരു ടീമിനെ പറ്റി പറയുന്നുണ്ട്. അതും ഡ്രഗിൻ്റെ ഒരു ടീമായിട്ട് കാണിക്കുന്നത് ബാറ്റ്മാൻ്റെ കോമിക് ബുക്സിൽ വരുന്ന ഒരു ടീം തന്നെയാണ് സ്ക്വിഡ്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ മെൻഷൻ ചെയ്യണം. അപ്പോൾ നീ അതിൻ്റെ ടീമിലാണോ എന്ന് അച്ഛനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അല്ല, ഞാൻ അവൻ്റെ കൂടെ ഒന്നുമല്ല. അവൻ ശരിക്കും അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഒരു അപ്പാർട്ട്മെൻറ്റ് മേളിലേക്ക് പോകുന്നത്. അവരവിടെ ഗെറ്റ് ടുഗദർ ചെയ്യുമ്പോൾ, മീറ്റപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇരിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റ്മാനിലെ ക്ലൈമാക്സ് സീൻ നടക്കുന്നത്. ആ സീ വാള് പൊട്ടി അവൻ്റെ താണ സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറുന്നതും ആ വെള്ളം അടിച്ച് ഇവൻ്റെ വീട്ടിൽ കയറുന്നതും അവൻ്റെ പാരൻസും അവൻ്റെ സിസ്റ്ററിനെയും നഷ്ടപ്പെടുന്നതായിട്ട് കാണിക്കുന്നത്. അങ്ങനെയാണ് അവൻ അനാഥനാവുന്നത്. അപ്പോൾ ആ നല്ലൊരു ട്രോമ കാണിക്കുന്നുണ്ട്. ആ സീനൊക്കെ അടിപൊളിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ സീൻസിലൂടെ നമുക്ക് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവുന്നത്. ശരിക്കും ബാറ്റ്മാനിൽ എന്താ സംഭവിച്ചതെന്നും പിന്നെ അവിടുത്തെ ആൾക്കാർക്ക് എന്താ സംഭവിച്ചതെന്ന് ആ ഡെപ്ത് നന്നായിട്ട് ഫീൽ ചെയ്തു. ശരിക്കും ആ ഒരു ബ്രിഡ്ജ് പൊളിഞ്ഞ് അവൻ്റെ അവിടേക്ക് ഇടിച്ച് കയറുന്നതും അവൻ്റെ ഫ്ലാറ്റുകൾ നശിച്ചു പോകുന്നതും കാണിക്കുന്നതൊക്കെ ഭയങ്കര ഹൊറിഫൈങ് രീതിയിൽ തന്നെ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറണ്ട് സിറ്റുവേഷനിലേക്ക് വരുന്നു. സോഫിയ നമ്മുടെ പെൻഗ്വിനെ കാണുന്നതും പെൻഗ്വിൻ്റെ ഹെൽപ്പ് ഇടുന്നതും പെൻഗ്വിൻ്റെ അടുത്ത് പുതിയ ഒരു ഡ്രഗിനെ കാണിക്കുന്നുണ്ട്. ആ ഡ്രഗ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിട്ടാണ് കാണിക്കുന്നത്. ശരിക്കും നമുക്ക് ബ്രേക്കിംഗ് ബാഡൊക്കെ ഓർമ്മ വരും. അതിൻ്റെ ഗ്ലാസ് ഉണ്ടാക്കുന്ന രീതിയും അതിൽ ഒരു കെമിസ്റ്റിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ കെമിക്കൽ ഉണ്ടാക്കിയത്, ആ ഡ്രഗ് ഉണ്ടാക്കിയ ആളുടെ അത് പേര് പറയുന്നത് മിസ്റ്റർ ബ്ലൂം എന്ന് പറയുന്നത്. മിസ്റ്റർ ബ്ലൂം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോമിക് ബുക്കിൽ ഒരു ക്യാരക്ടറും കൂടിയാണ്, നെഗറ്റീവ് ക്യാരക്ടറാണ്. പക്ഷേ അതിലേക്ക് അവർ ടെൻഡ് ചെയ്യണ്ടോയെന്ന് അറിയില്ല. ഇതിൽ അങ്ങനെ തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. മഷ്റൂമിൻ്റെ ഒരു ബ്ലഡ് പോലത്തെ ഒരു സാധനം, ബ്ലീഡ് ചെയ്യുന്ന സാധനം വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ക്രിസ്റ്റൽ ആണ്, ഡ്രഗാണ് കാണിക്കുന്നത് അതിൽ. അത് ശരിക്കും പുള്ളിക്കാരി ആർക്കമിലുള്ള സമയത്ത് അവിടെ യൂസ് ചെയ്ത ഒരു ഡ്രഗാണ്. അപ്പോൾ ആള് അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് പുതിയ ബിസിനസ്സായിട്ട് ഇറക്കാണ് ആ ഡ്രഗിനെ. അതിന് പെൻഗ്വിൻ ഇടുന്ന പേരാണ് ബ്ലിസ് ആണ് ഈ എപ്പിസോഡിൻ്റെ പേരും. അപ്പോൾ ആദ്യം ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ട്രയാഡ് എന്ന് പറഞ്ഞ ടീമാണ്. ഒരു ചൈനീസ് ഒരു ഗ്യാങ്സ്റ്റേഴ്സാണ്. അവരുടെ അടുത്താണ് ഇതിൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ അവരായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഫിയ ഫാൽക്കൺ പുള്ളിക്കാരിയുടെ ഫാദറായിട്ട് അത്രയ്ക്ക് വലിയ കൂട്ടൊന്നായിരുന്നില്ല. പിന്നെ ഇവർക്ക് ഈ ട്രയാഡിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു സോഫിയും ഫാൽക്കൺ ഫാമിലിയായിട്ട് ചെറിയൊരു ഗ്യാപ്പിലാണെന്ന്. അതിപ്പോൾ ഹെഡ് ചെയ്യുന്ന ലുക്ക ഫാൽക്കൺ ആണെന്ന് അറിയാം. അപ്പോൾ അവരുടെ ഒരു പെർമിഷൻ അല്ലെങ്കിൽ ജോണി വിറ്റിയുടെ അപ്രൂവൽ ഒരു ഫോൺ കോൾ വേണം ഈ ബിസിനസ് മുന്നോട്ട് പോകണമെന്ന് പറയും ട്രയാഡ്. അപ്പോൾ ജോണി വിറ്റിയുടെ ഒരു കോളാണ് ഇവർക്ക് വേണ്ടത്. അപ്പോൾ ജോണി വിറ്റിനെ എങ്ങനെയെങ്കിലും ഇവരിലേക്ക് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ബ്ലാക്ക് മെയിൽ എലമെൻ്റ് ഉണ്ട്. അതിനേക്കാൾ മുമ്പ് തന്നെ ഒരു സീൻ കാണിക്കുന്ന ജോണി വിറ്റി നമ്മുടെ സോഫിയനെ ത്രെട്ടൻ ചെയ്യുന്നത് 2 ദിവസത്തിനുള്ളിൽ നീ ഇറ്റലിക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട് ത്രെട്ടൻ ചെയ്യുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. ജോണി വിറ്റിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പെൻഗ്വിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ്സ് നമ്മൾ ഏറ്റവും ഫസ്റ്റത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ആ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡായിട്ട് ഫാൽക്കൺ ഹെഡിൻ്റെ ലുക്ക വൈഫുണ്ട് ടീനയായിട്ടുള്ള സെക്സ് ചെയ്യുന്ന ഫോട്ടോസാണ് അതിലുള്ളത്. അപ്പോൾ ഇത് പെൻഗ്വിൻ അറിയാം. അപ്പോൾ പെൻഗ്വിൻ സോഫിയുടെ അടുത്ത് പറയും നമുക്ക് ഒപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ടീനേനെ യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാണ് ജോണി വിറ്റീനെ. എന്നിട്ട് ജോണി വിറ്റിയുടെ ഒരു ഫോൺ കോള് ട്രയാഡിന് ചെയ്യുന്നു. എന്നിട്ട് ബിസിനസ് ഓണാക്കുന്നു. അപ്പോൾ ആ ബിസിനസ് ഡിസിഷനിലൊക്കെ നമ്മുടെ പെൻഗ്വിൻ ഇട്ട് വരുന്നത് വൈറ്റ് കളർ കോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ കോമിക് ബുക്കിൽ ആൾ സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സാണ്. അതിൽ ട്രയാഡ് സംസാരിക്കുന്ന സമയത്ത് ബിസിനസ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കണില്ലെങ്കിൽ ഞങ്ങൾ വേറൊരു ടീമിനെ പോയി കാണുമെന്ന് പറയുന്നുണ്ട്. നിയോൺ ഡ്രാഗൺസ് പറയുന്നത്. അതും ഈ പറഞ്ഞ പോലെ കോമിക് ബുക്സിൽ വില്ലന്മാരായിട്ട് വരുന്ന ഒരു ക്യാരക്ടേഴ്സാണ് ബാറ്റ്മാൻ്റെ സീരീസിൽ. അപ്പോൾ ആദ്യം ഈ ബ്ലിസ് ട്രൈ ചെയ്യുന്നത് നമ്മുടെ പെൻഗ്വിൻ്റെ പബ്ബിലാണ്. അവിടെ ട്രൈ ചെയ്യുമ്പോൾ അവിടെ ബാഗിൽ ഈ സാധനം വിറ്റുകൊണ്ടിരിക്കുകയാണ്. ബാഗിൽ വിൽക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം കൊണ്ടു നടക്കുന്നത് നമ്മുടെ വിക്ടറാണ്. അവൻ്റെ ആ സാധനം എടുത്ത് ക്ലയൻസിന് വിൽക്കുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇമ്പ്രഷനാണ് ആ ഡ്രഗിനെ. ഭയങ്കര ഹൈ ആക്കുന്ന ഒരു ഡ്രഗ് തന്നെയാണത്.
അതേസമയം തന്നെ വിക്ടറും വിക്ടറുടെ ഗേൾ ഫ്രണ്ടും പണ്ടത്തെ ഗേൾ ഫ്രണ്ട് ഗ്രാസിയസിനെ കാണുന്നു. ഗ്രാസിയസായിട്ട് അവന് സിമ്പതി വന്നിട്ട് അവൻ ഈ ബിസിനസ്സൊക്കെ വിട്ട് പെൻഗ്വിനും വിട്ട് പുള്ളിക്കാരിയുടെ കൂടെ കാലിഫോർണിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ പെൻഗ്വിൻ വിക്ടറിനെ കൊണ്ട് നടക്കുന്നത് അവൻ്റെ പോലെ തന്നെ ഒരു കുറവുകളുള്ള ഒരാളാണ്, വിക്കിലുള്ള ഒരാളാണ്. അപ്പോൾ അവൻ ആ കുറവുകൾ അറിയാം, അവനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പെൻഗ്വിൻ അവനെ കാണുന്നതുകൊണ്ടാണ് അവൻ്റെ കൂടെ നടത്തുന്നതും അവൻ്റെ ബിസിനസ് പാർട്ട്ണറാക്കാൻ വേണ്ടിയിട്ട് ആ ലെവലിൽ വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ വിക്ടർ വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ ബിസിനസ് വിട്ട് അവൻ അവിടെ നിന്ന് കാലിഫോർണിയയിലേക്ക് പോകണമെങ്കിൽ പെൻഗ്വിൻ അവനെ കൊല്ലും എന്ന രീതിയിലാണ് ശരിക്കും അവനെ ഗൺ പോയിന്റിൽ നിർത്തിയത് പോലെയായിട്ടാണ് അവന് ഫീൽ ചെയ്തത്. അവർ തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ട്. പിന്നീട് പെൻഗ്വിൻ അത് മനസ്സിലാക്കുന്നുണ്ട് ഇവൻ നാട് വിട്ടു പോകാനുള്ള പ്ലാനാണെന്ന്. അപ്പോൾ പെൻഗ്വിൻ പറയുന്നൊരു ഡയലോഗുണ്ട്, അത് നല്ല ഇമോഷണൽ ഡയലോഗാണ്. ശരിക്കും പറഞ്ഞാൽ നീ വിചാരിച്ചിരിക്കുന്നത് ഞാൻ നിന്നെ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുന്ന ഒരാളായിട്ടാണോ? അല്ല, ഞാൻ നിന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു. നീ എന്നെപ്പോലെ വളർന്നു വരണം, എനിക്കൊരു സഹായവുമാവണം. നീ അടിത്തട്ടിൽ ജീവിക്കുന്ന ഒരാളാണ്, നല്ല ഹൈഫൈ രീതിയിൽ ലൈഫിൽ ജീവിക്കണം. അതിൽ ഹോട്ടൽ സീനൊക്കെ കാണിക്കുന്നുണ്ട്, ഹോട്ടലിൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ നമുക്ക് ജീവിക്കണം. അതിന് ജീവിക്കണമെങ്കിൽ നീ എൻ്റെ കൂടെ നിന്നാലേ നിനക്ക് സാധിക്കുള്ളൂ. പക്ഷേ വിക്ടറുടെ ഉള്ളിൽ എപ്പോഴും മനസ്സിൽ ഒരു കുത്താണ്, ഫാദർ പറയുന്ന പോലെ തെറ്റ് രീതിയിൽ പോകരുത്, നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കണം, ഉള്ള കാശിന് നല്ല സന്തോഷം നേടണം എന്ന രീതിയിൽ ഫാദർ മുമ്പ് പറയുന്നുണ്ട് അവൻ്റെ അടുത്ത്. പക്ഷെ അവന് അതും മനസ്സിൽ വരുന്നുണ്ട്, പെൻഗ്വിൻ പറയുന്നത് മനസ്സിലുണ്ട്. പക്ഷേ ആ നാട് വിട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ പെൻഗ്വിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നു. എന്നിട്ട് അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ അവനിട്ടിട്ട് പെൻഗ്വിൻ്റെ കൂടെ ചേരാൻ ചെയ്യണം. ട്രയാഡിന് നമ്മുടെ ജോണി വിറ്റിയുടെ കോൾ വരും, അവർ ബിസിനസ് ഓണാക്കുന്ന കാര്യം അറിയുമ്പോഴത്തേക്കും ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ മറോണിയുടെ വൈഫ് വന്നിട്ട് പെൻഗ്വിനും സോഫിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു ഇടിച്ച് കയറി വരാണ്. എന്നിട്ട് പറയും പെൻഗ്വിൻ്റെ അടുത്ത് നീ ഞങ്ങളെ ചതിച്ചു. എന്നിട്ട് അവനെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്താണ് നമ്മുടെ വിക്ടർ വേണ്ടാന്ന് വെച്ച് തിരിച്ച് പെൻഗ്വിൻ്റെ അടുത്തേക്ക് വരുന്നത്. കാറിൽ വരുന്ന സമയത്താണ് നോക്കുമ്പോൾ ഗൺ പോയിന്റിലിരിക്കുന്ന പെൻഗ്വിൻ വേഗം കാർ ഇടിച്ചിടുന്നു, മറോണിയുടെ ആൾക്കാരെ കാർ ഇടിച്ച് കൊല്ലുന്നു. അവിടെ നിന്ന് പെൻഗ്വിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു. പക്ഷേ പെൻഗ്വിനെ രക്ഷപ്പെടുത്തുന്ന സമയത്ത് സോഫിയനെ രക്ഷപ്പെടുത്തിയില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് പെൻഗ്വിൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ എന്തായാലും സോഫിയ ഇതെല്ലാം അറിഞ്ഞുണ്ടോ മറോണിയുടെ അടുത്ത് എല്ലാം പറഞ്ഞത്. അപ്പോൾ മറോണി പറയും, എന്തായാലും സോഫിയയുടെ അടുത്ത് പറയും പെൻഗ്വിനാണ് അതിൻ്റെ ബ്രദറിനെ കൊന്നതെന്ന്. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ സോഫിയനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് ഭയങ്കര റിസ്ക് ഫാക്ടറാണ് എന്ന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും രക്ഷപ്പെടുത്താതെ നമ്മുടെ വിക്ടർ പെൻഗ്വിനെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോകുന്നതായിട്ടാണ് ക്ലൈമാക്സിൽ കാണുന്നത്. ഒരു നല്ല രസകരമായ ഒരു ഇമോഷണൽ സൈഡും ഉണ്ട്, നല്ല ഒരു എൻഗേജിങ് ഫാക്ടറും വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് തീർന്നത്. അപ്പോൾ ഇതാണ് ഈ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ തന്നെ ഞാൻ അഗത ഓൾ എല്ലാവരുടെയും എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.